ആം ആദ്മി പാർട്ടിയുടെ വൻമരങ്ങളെപ്പോലും വീഴ്ത്തിയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയിക്കാനായത് ഇന്ത്യാ സഖ്യം ഒരുക്കിക്കൊടുത്ത അവസരം മൂലമെന്നാണ് കേരളത്തിലെ നേതാക്കളുടെ വിലയിരുത്തൽ. ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നിപ്പ് ഡൽഹിയിൽ തിരിച്ചടിയായെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഡൽഹിയിൽ ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് സ്വാഭാവികം തന്നെയാണ്. അവർക്ക് ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് BJP അധികാരത്തിൽ വെച്ചത്. സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് BJPക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല. മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിലൂടെ മുതലെടുത്താണ് എല്ലായിടത്തും. മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും. ഇന്ത്യാ സഖ്യത്തിന് സഹായകമായ നിലപാട് കോൺഗ്രസ് എടുക്കാത്തതിനാലാണ് BJP മുന്നേറിയതെന്ന് വ്യക്തമാക്കിയ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഡൽഹിയിൽ ഇടതുമുന്നണിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യാ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ സഹകരണം ഉണ്ടാവുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യാ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു. ആ ഉത്തരവാദിത്തം കോൺഗ്രസ് നിറവേറ്റുന്നില്ല. അതാണ് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർബലല്ലേ ഡൽഹിയിൽ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസിനാണ്. എന്നാൽ കോൺഗ്രസ് സഹായകരമായ നിലപാടല്ല എടുത്തത്. BJPക്ക് അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ട് കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.